നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ബിനിയൻ ചിന്നക്കരയാണ്. ഇപ്പോൾ നമ്മൾ രാഹുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ രാഹുവിൻ്റെ 4-ാം ഭാവം എങ്ങനെയാണ്? അപ്പോൾ ഒരുപാട് പേര് 4-ാം ഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ രാഹു 4-ാം ഭാവത്തിൽ നിന്നാൽ, രാഹു എന്നത് സർപ്പം, 4-ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലം അത് മാനസാഗരി എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാഹു ചതുർത്ഥേ ധനബന്ധുഹീനോ ഗ്രാമൈക ദേശോ വസതി പ്രതിഷ്ഠ നീചാനി യുക്ത പിശുനച്ച പാപി പുത്രൈക ഭോഗി കൃത യോഷി ദാസാം എന്ന് മാനസാഗരിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാവൻ, സുഹൃത്ത്, അതുപോലെ ഗൃഹം, വാഹനം, കൃഷി, വളർത്തുമൃഗങ്ങൾ, ഇരിപ്പിടം തുടങ്ങി ജീവിതവുമായി വളരെയേറെ വൈകാരിക ബന്ധമുള്ള വൈകാരിക ബന്ധം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് 4-ാം ഭാവം. അതുപോലെ പാപഗ്രഹമാകയാലും മാതൃകാരകനായ ചന്ദ്രൻ്റെ ശത്രുവാകയാലും രാഹുവിൻ്റെ 4-ാം ഭാവസ്ഥിതി ജാതകനത്ര അനുകൂലമല്ല. എന്നാൽ അമ്മയ്ക്ക് രോഗാദി അവസ്ഥ, ബന്ധുവിരോധം, ഭൂമി നഷ്ടം, വാഹനാപകടം, അമ്മാവനുമായി പിണക്കം, ദുർജന സഹവാസം, ഔദ്യോഗിക ജീവിതത്തിൽ ഉയർച്ചയില്ലായ്മ തുടങ്ങിയവയാണ് ഫലത്തിൽ വരിക. അപ്പം മനസ്സിൻ്റെ സ്വസ്ഥത എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലുള്ളത് മറച്ചു വെച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ മേടം മുതൽ കന്നി വരെയുള്ള രാശികളിലൊന്നിൽ 4-ാം ഭാവമായി അവിടെ ശുഭഗ്രഹ യോഗ ദൃഷ്ടാദികളോ ഉണ്ടെങ്കിൽ രാഹു നിന്നാൽ, അങ്ങനെ രാഹു നിൽക്കുകയാണെങ്കിൽ ദോഷഫലങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, രാഹു സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.